ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ കേരളത്തിലെ ജയിൽ സുരക്ഷ അത് പ്രധാന ചോദ്യമായി ഉയരുകയാണ്. അതിന് പിന്നാലെ സർക്കാർ രണ്ടംഗ സമിതിയെ നിയോഗിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനുമായിട്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ് ജസ്റ്റിസ് ടി.എൻ. രാമചന്ദ്രൻ. അദ്ദേഹം ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. സർ, എന്താണ് ഇപ്പോൾ സമിതിയുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞോ? ആദ്യ സന്ദർശനം ഇവിടെ കണ്ണൂർ ജയിലിൽ തന്നെ. സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് ഇന്നലെ ജയിൽ DGP ആയിട്ടായിരുന്നു. ജയിലിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഈ കണ്ണൂർ ജയിലിലുണ്ടായ സംഭവത്തിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചു. ഇനി ഞങ്ങളുടെ ഒരു സ്ക്രീൻ ചെയ്തേക്കണം, ആദ്യമായിട്ട് കണ്ണൂർ ജയിൽ സന്ദർശിക്കുക. അത് ഈ 20-ാം തീയതി ആണ് പോകുന്നത് കണ്ണൂർ ജയിൽ സന്ദർശിക്കാനായിട്ട്. അപ്പോൾ കണ്ണൂർ ജയിൽ കണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ജയിൽ ചാടിയത്, അതുപോലെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകാണ്ടിരിക്കാൻ ഏത് രീതിയിൽ നടപടികൾ എടുക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും മുഖ്യമായിട്ടും നമ്മൾ ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യുന്നത്. കേരളത്തിലെ മുഖ്യ ജയിലുകൾ, പ്രധാനപ്പെട്ട ജയിലുകളിലെ അടിസ്ഥാന സൗകര്യം, ജയിൽ ഉദ്യോഗസ്ഥരുടെ കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാങ്കേതിക വിദ്യ ഏതെല്ലാം രീതിയിൽ നന്നാക്കാൻ നോക്കും, ക്യാമറകൾ, ഇലക്ട്രിക് ഫെൻസിങ്, മോഷൻ സെൻസേഴ്സ്, അങ്ങനെ എന്തെല്ലാം ഉപകരണങ്ങൾ അവിടെ സ്ഥാപിക്കാൻ സാധിക്കും, എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഫോക്കസ് പ്രധാനമായിട്ടും. പിന്നെ പൊതുവെയുള്ള ജയിലിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അതും റിപ്പോർട്ട് ചെയ്യും. ജയിൽ ചാടി നിയമത്തിനെ മറികടക്കാവുന്ന ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടിത്തരാണ്. അപ്പോൾ ജയിൽ ചാട്ടമൊന്നും വിജയകരമായിട്ട് അവർക്ക് തടവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമല്ല. എന്നാലും ഒരിക്കലും അത് ഉണ്ടാകരുത്, ഒരു സുരക്ഷാ വീഴ്ചയാണ്. പിന്നെ ജയിലുകളിലെ അപര്യാപ്തത, ജയിലിലൊരു 30-40% സ്ട്രെങ്ത് കൂടുതലാണ് ഉള്ളതിലും, കപ്പാസിറ്റി കൂടുതൽ. അപ്പോൾ ഒരു ജയിൽ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ, പഴയ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്ത് ഒരു ജയിൽ ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ജയിലിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്റ്റാഫിനെ കൂട്ടണം. ഇപ്പം തന്നെ ജയിലിലെ സ്റ്റാഫിൻ്റെയും തടവ് പുള്ളികളുടെയും ആനുപാതികമായിട്ടത് ആവശ്യത്തിന് ജോലിക്കാരില്ല, ജയിൽ ജീവനക്കാരില്ല. ഇപ്പോൾ ജയിൽ ജീവനക്കാരുടെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാൻ ശുപാർശ ചെയ്യും. പ്രഥമ ദൃഷ്ടിയ വീഴ്ചയുണ്ടെന്നുള്ളതിന് തർക്കമില്ലല്ലോ. ആരുടെ വീഴ്ച, ഏത് സാഹചര്യത്തിൽ അതുണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല. അതിനെക്കുറിച്ചെല്ലാം നോക്കും. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാണ്ടിരിക്കാനുള്ള ശ്രദ്ധ ഇനി മേലിൽ ഉണ്ടാകണം. അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്.